നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. ഇടവൻ രാശി എന്ന് പറയുമ്പോൾ കാർത്തിക അവസാന 3 പാദം, രോഹിണി മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് ഏതാണ്ട് മാർച്ച് 2 മുതൽ ഏതാണ്ട് ഏപ്രിൽ 14 വരെയും വളരെയധികം ഗുണാധിക്യമുള്ള ഇടിവെട്ട് സൗഭാഗ്യമുള്ള കാലഘട്ടമാണ്. അതായത് 2026 മാർച്ച് 2 വെളുപ്പിന് 12:58 AM മുതൽ, അതായത് മാർച്ച് 1 അർദ്ധരാത്രി മുതൽ ഏകദേശം മാർച്ച് 26 വരെ ശുക്രനും ശനിയും കൂടി യോഗം ചെയ്യുന്നു. അതും ശുക്രൻ്റെ ഉച്ചരാശിയായ മീനം രാശിയിൽ യോഗം ചെയ്യുന്നു. അപ്പോൾ ശുക്രന് മാളവീയ യോഗം വരുന്നു. കൂടാതെ ശുക്രൻ്റെ മിത്ര ഗ്രഹമായ ശനിയുമായിട്ടാണ് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് ഏറ്റവും ശക്തമായ രീതിയിൽ ശനി ശുക്രയോഗം വരുന്നു. ഇടവൻ രാശിക്ക് മാർച്ച് 2 മുമ്പും ഇവർക്ക് വ്യാഴവും ശനിയും ഒക്കെ അനുകൂലമാണ്. എങ്കിലും വളരെ പ്രത്യേകതയുള്ള ഒരു കാലഘട്ടം വരാൻ പോവുകയാണ്. അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങൾ വരാൻ പോവുകയാണ്. ഏകദേശം മാർച്ച് 26 വരെയാണ് ശുക്രനും ശനിയും കൂടെ ഒരുമിച്ച് നിൽക്കുന്നത്. ശേഷം ഏകദേശം ഒരു ഏപ്രിൽ 14 വരെയും വളരെയധികം അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ്. എങ്കിലും ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഇതാണ്, മാർച്ച് 2 മുതൽ മാർച്ച് 26 വരെയുള്ള കാലഘട്ടം. ഇതിനിടയിൽ മാർച്ച് 14 സൂര്യൻ കൂടി മീനം രാശിയിൽ വരുന്നു. ശുക്രൻ, ശനി, സൂര്യൻ ഇവയെല്ലാം കൂടെ യോജിക്കുന്നു. അപ്പോൾ അത് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ്. അപ്പോൾ ഈ സൂര്യൻ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട ഗ്രഹമാണ്. തൊഴിൽ ഏതൊക്കെ ചെയ്യണം എന്നൊക്കെ സജസ്റ്റ് ചെയ്യുന്നത് സൂര്യനാണ്. അപ്പോൾ ഇവിടെ മാർച്ച് 14 സൂര്യൻ 11ാം ഭാവത്തിൽ വരുമ്പോൾ അതിശക്തമായിട്ട് സൂര്യൻ്റെ ശക്തി കൂടുകയാണ്. ഇപ്പോൾ അതായത് മാർച്ച് 2 മുതൽ മാർച്ച് 14 വരെ സൂര്യൻ ഇടവൻ രാശിക്ക് കർമ്മഭാവത്തിൽ നിൽക്കുകയാണ്. അവിടെ ചൊവ്വയുമുണ്ട് 10ാം ഭാവത്തിൽ. 10ാം ഭാവവും ഈ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട, കർമ്മവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഏതാണ്ട് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുംഭം മീനം മാസങ്ങളിൽ തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തൊഴിൽ തേടുന്ന ചെറുപ്പക്കാർക്ക് പുതിയ തൊഴിൽ കിട്ടും. തൊഴിലുള്ളവർക്ക് ഒന്നുകിൽ ശമ്പളം വർദ്ധിക്കും, പിന്നെ കിട്ടാനിരുന്ന ആനുകൂല്യങ്ങളെല്ലാം കിട്ടും ഈ കാലയളവിൽ, ഏപ്രിൽ 14 ഓക്കെ. എന്നിട്ട് വീടിനടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ തൊഴിൽ ഉള്ളവർക്ക് തന്നെ മെച്ചപ്പെട്ട ഒരു തൊഴിൽ ലഭിക്കാനുള്ള സാധ്യത. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളാണ് നമുക്ക് ഈ കാലയളവിൽ പ്രധാനമായിട്ടും നമുക്ക് ഇടവൻ രാശിക്ക് കിട്ടാൻ പോകുന്നത്. പിന്നെ ചൊവ്വ ഇവിടെ 10ാം ഭാവത്തിൽ കർമ്മസ്ഥാനത്ത് നിൽക്കുന്നു. ഇപ്പോൾ അത് മാർച്ച് മുഴുവനും ഉണ്ടാവും. അപ്പോൾ അത് കൂടുതൽ നേട്ടങ്ങൾ കൊണ്ടുവരും ഇവർക്ക്. വാഹനലാഭം, കരിയോടെ ശനിയും ചൊവ്വയും പവർഫുള്ളാണ്. അപ്പോൾ വാഹനലാഭം പ്രതീക്ഷിക്കാം. പിന്നെ സൂര്യനും ബുധനും
10ാം ഭാവത്തിലാണ് ഇപ്പോൾ. ഓക്കെ, ഏതാണ്ട് ഈ കാലഘട്ടം, അതായത് മാർച്ച് 2 തൊട്ട് മാർച്ച് 26 വരെയുള്ള ആ കാലഘട്ടത്തിൽ സൂര്യനും ബുധനും മാർച്ച് 14 തീയതി വരെ ഒരുമിച്ച് നിൽക്കുന്നു. സൂര്യനും ബുധനും ചേർന്നാണ് ഈ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നിശ്ചയിക്കുന്നത്. അതായത് ബുധൻ വിദ്യാഭ്യാസ യോഗ്യത തരുന്നു, സൂര്യൻ തൊഴിൽ തരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ വാഹന ലാഭം, പിന്നെ തീർച്ചയായിട്ടും ബുധൻ ബൗദ്ധിക മേഖലയിൽ നേട്ടം ഉണ്ടാക്കും. അപ്പോൾ ബുധനും ശുക്രനും അനുകൂലമായിട്ട് വരുമ്പോൾ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ ഉയർച്ച ഉണ്ടാവും. പിന്നെ സൂര്യനും ശനിയും ശത്രുക്കളാണ്, എങ്കിലും ഇവിടെ ശുക്രനും ചേർന്ന് ഒരുമിച്ച് വരുമ്പോൾ മാർച്ച് 14 തൊട്ട് അത്യധികം ഈ ധനപരവ്, ശുക്രൻ്റെ അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കലാസാഹിത്യ രംഗത്ത് ഉയർച്ചയുണ്ടാക്കും. പിന്നെ ഭൗതിക സുഖങ്ങൾ, അത് കൂടാതെ ഇവിടെ വ്യാഴവും അനുകൂലമാണ്. 2ാം ഭാവത്തിൽ വ്യാഴവും അനുകൂലമാണ്. ഓക്കെ, അപ്പോൾ ചുരുക്കത്തിൽ വ്യാഴം, സൂര്യൻ, ബുധൻ, ചൊവ്വ, ശുക്രൻ, ശനി, അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ഗ്രഹങ്ങളും ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു കാലയളവാണ് മാർച്ച് 2 മുതൽ മാർച്ച് 26 വരെ. ഓക്കെ, മാർച്ച് 26-ന് ശേഷം ശുക്രൻ 12ാം ഭാവത്തേക്ക് മാറുന്നു. ഓക്കെ, അവിടെയും അനുകൂലം തന്നെ ശുക്രൻ, എങ്കിലും കൂടുതൽ പവർഫുള്ളായിട്ട് വരുന്ന ആ കാലഘട്ടം മാർച്ച് 2 തൊട്ട് മാർച്ച് 26 വരെയുള്ള കാലഘട്ടം. ധനവരവ് വിവിധ സ്രോതസ്സിൽ നിന്ന്, ഞാൻ പറയുന്നത് കോടികൾ വരെ നിങ്ങൾക്ക് കയ്യിൽ വരാം. കാര്യം ഭൂമി സംബന്ധമായിട്ടുള്ള ക്രയവിക്രയം അത് നടക്കാൻ ഇടയുണ്ട്. കാര്യം ചൊവ്വ അനുകൂലം. ഓക്കെ, ഈ ചൊവ്വയാണ് ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നത്. ഓക്കെ, അപ്പോൾ ശനിയും വ്യാഴവും ചൊവ്വയും ശുക്രനും അനുകൂലം. അപ്പോൾ നമുക്ക് ഒരു വീട് പുതുതായിട്ട് വാങ്ങാൻ പറ്റും, അതല്ലെങ്കിൽ ഒരു ഭൂമി വാങ്ങാൻ പറ്റും, അതല്ലെങ്കിൽ നിങ്ങളുടെ പിതൃസ്വത്ത്, അതും ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടതാണ്. സൂര്യൻ, ചൊവ്വ, ശുക്രൻ, ഇത് മൂന്നും അനുകൂലമാണ്. പിന്നെ വ്യാഴം, ഇതെല്ലാം കൂടെ അനുകൂലമാകുമ്പോൾ പിതൃസ്വത്ത് ലഭിക്കാം. വീടും സ്ഥലവുമായിട്ട് നിങ്ങളുടെ പേരിൽ ആവാൻ സാധ്യത. പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന പിതൃസ്വത്തിൽ നിന്ന് കൃഷി വഴിയോ റിയൽ എസ്റ്റേറ്റ് വഴിയോ, അതായത് ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടം വരാം. അതൊക്കെ തന്നെ ഈ ഭൂമി എന്ന് പറയുമ്പോൾ 1000-2000 രൂപയുടെ ഭൂമിയൊന്നുമല്ല നമ്മൾ കൈമാറ്റം ചെയ്യുന്നത്. അതായത് ഭൂമി വിൽപ്പന നടക്കാം. ഭൂമി സംബന്ധമായ ഏത് കാര്യവും അനുകൂലമായിട്ടുള്ള രീതിയിൽ വരും. അപ്പോൾ ഈ ഭൂമി കച്ചവടം എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും 1 ലക്ഷത്തിന് മുകളിൽ, ചിലപ്പോൾ അത് കോടികൾ വരെ കടന്നേക്കാം. അപ്പോൾ ഇതൊക്കെ തന്നെ സാധ്യമാകുന്ന ഒരു കാലഘട്ടമാണിത്. അത് ഏതാണ്ട് മാർച്ച് 2 മുതൽ, മാർച്ച് 2 മുമ്പും നല്ല കാലം തന്നെയാണ്. ഇപ്പോൾ ഈ പറയുന്ന നിമിഷവും ഇടവരാശിക്ക് നല്ല സമയമാണ്. കാരണം ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത്, ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ഒരു ഗ്രഹവും ഇല്ല ഇപ്പോൾ തൽക്കാലം. ഏപ്രിൽ 14 വരെയുള്ള ഏകദേശം ഒരു കണക്കാണ് ഞാൻ നോക്കിയത്. കാരണം ആ ഈ കാലഘട്ടത്തിൽ ഏതാണ്ട് 1.5 മാസം ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് കാര്യമായ ഗ്രഹങ്ങളൊന്നുമില്ല. 6 ഗ്രഹങ്ങൾ
ഡയറക്റ്റായിട്ട് അനുകൂലമാണ് ഈ പറഞ്ഞ കാലയളവിൽ. പിന്നെ അതിൽ തന്നെ ചന്ദ്രൻ കൂടി അനുകൂലമായിട്ട് വരുന്ന ദിവസങ്ങൾ 7 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരും. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഗ്രഹങ്ങളെല്ലാം തന്നെ ഇടവൻ രാശിക്ക് അനുകൂലമാണ്. ഇടിവെട്ട സൗഭാഗ്യം എന്നൊക്കെ പറയുന്നത് ഇതാണ്. അപ്പോൾ ഞാനത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഏകദേശം ഇന്ന് മുതൽ പ്രത്യേകിച്ച് മാർച്ച് 2 തൊട്ട് ഏതാണ്ട് ഏപ്രിൽ 14 വരെയും നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന കാലഘട്ടമാണ്. തൊഴിൽപരമായിട്ടുള്ള നേട്ടം, പിന്നെ വിവാഹം നടക്കാനുള്ള സാധ്യത, അതുപോലെ തന്നെ ഭൂമി വിൽപ്പന, ഭൂമി ക്രയവിക്രയം, ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ഭൂമി കൈമാറ്റം ചെയ്തിരിക്കുകയോ, ഒന്നുകിൽ നിങ്ങളുടെ പേരിൽ വരികയോ വാങ്ങിക്കുകയോ അതല്ലെങ്കിൽ വിൽക്കുകയോ ലോൺ വെക്കുകയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവം നടക്കും. പിന്നെ തൊഴിൽപരമായിട്ടുള്ള നേട്ടം, ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ പറയുന്നത് തൊഴിൽപരമായിട്ടുള്ള നേട്ടമാണ്. പിന്നെ പിതൃഗുണം, അത് സൂര്യൻ അനുകൂലമായിട്ട് വരുന്നതുകൊണ്ടാണ്. പിതൃഗുണം എന്ന് പറയുമ്പോൾ അത് പല രീതിയിൽ വരാം. പിതൃസ്വത്ത് ലഭിക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് പിതാവിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പുള്ളിയുടെ ബാങ്ക് ബാലൻസിൽ നിന്ന് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് വലിയൊരു തുക കിട്ടാനുള്ള സാധ്യത. പിന്നെ സന്താനങ്ങളുള്ളവർക്ക്, പ്രായമുള്ളവർക്ക് സന്താനങ്ങൾ വഴി നേട്ടം. കൊച്ചുകുട്ടികളൊക്കെ ആകുമ്പോൾ അവരുടെ വിദ്യാഭ്യാസത്തിൽ അവർ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന വഴി നിങ്ങൾക്ക് ഭാഗ്യം സിദ്ധിക്കും. പിന്നെ പ്രായം കൂടിയ സന്താനങ്ങളാണെങ്കിൽ എല്ലാ തരത്തിലും, സാമ്പത്തികമായിട്ട് മാത്രമല്ല എല്ലാ തരത്തിലും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് വരും. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഈ പിതൃഗുണം, സന്താന നേട്ടം എന്നൊക്കെ പറയുന്നത്. പിന്നെ തൊഴിൽ ഭാഗ്യം, അത് ഞാൻ കുറേയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ തൊഴിൽ തേടുന്ന ചെറുപ്പക്കാർക്ക് പുതിയ തൊഴിൽ, അതുപോലെ തന്നെ തൊഴിലുള്ളവർക്ക് ശമ്പള വർധനവ്, അതുപോലെ മേലധികാരികളിൽ നിന്ന് പ്രീതി കിട്ടും. അതുപോലെ തന്നെ വീട്ടിനടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം വരാം. അങ്ങനെ നിരവധി നേട്ടങ്ങൾ കാത്തിരിക്കുകയാണ് ഇടവൻ രാശിക്കാരെ. അപ്പോൾ എല്ലാവർക്കും വലിയ നേട്ടങ്ങൾ നേടാനുള്ള കാലഘട്ടമാണ്. പക്ഷേ ഒരു കാര്യം, ഒരൊറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കണം. കൃത്യമായ മന്ത്രജപങ്ങൾ, കൃത്യനിഷ്ഠയോടുള്ള ജീവിതം, അതായത് ബ്രഹ്മമുഹൂർത്തത്തിലൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയും ക്ഷേത്രദർശനമൊക്കെ നടത്തിയില്ലെങ്കിൽ ഇതൊന്നും കിട്ടിയെന്ന് വരത്തില്ല. കിട്ടുമായിരിക്കും, പക്ഷേ അത് ചിലപ്പോൾ ഇച്ചിരി താമസം എന്നൊക്കെ വരും. എന്ന് പറഞ്ഞാൽ ഒരു 10-25 കൊല്ലം കഴിഞ്ഞത് വരും, മനസ്സിലായില്ലേ? പക്ഷേ ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നാൽ ഇതെല്ലാം സാധിക്കും. അതായത് ഇടവൻ രാശിക്കാരുടെ ബാങ്ക് ബാലൻസിൽ, ബാങ്ക് അക്കൗണ്ടിൽ ലക്ഷങ്ങളും കോടികളും വന്ന് ഉണ്ട്, സംഭവമുണ്ട്. പക്ഷെ അത് കയ്യിലില്ല, ബാങ്കിൽ അക്കൗണ്ടിൽ കിടക്കുകയാണ്. അത് നമ്മൾ പോയി ചെക്ക് എഴുതി കൊടുത്ത് അത് വിത്ഡ്രോ ചെയ്യണം. ഏതാണ്ട് അതുപോലെ നിങ്ങൾക്ക് ഈ ജ്യോതിഷപ്രകാരം നിങ്ങൾക്ക് സമ്പത്ത് വന്ന് കിടക്കുകയാണ്. പക്ഷെ അത് വെറുതെ ഇരുന്നാൽ കിട്ടത്തില്ല, നമ്മൾ ശാസ്ത്രീയമായിട്ട് പ്രാർത്ഥിക്കണം. പിന്നെ കൂടാതെ തീർച്ചയായിട്ടും ഇടവം രാശിക്കാർക്ക് മാത്രമല്ല, ഇടവം ലഗ്നക്കാർക്കും ഇതേ അനുഭവം ഉണ്ടാവും. അതുകൂടാതെ നമ്മൾ ഈ മഹാദശ, അന്തർദശ, ഗ്രഹങ്ങളുടെ സ്ഥിതി, ഗ്രഹനില ഇതെല്ലാം പരിശോധിച്ച് ഇതെല്ലാം അനുകൂലമാകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാകുന്നത്. പക്ഷേ ഏറ്റവും ബേസിക്കായിട്ടുള്ളത് ഇതാണ്, ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കാതെ ഒരു രക്ഷയില്ല. വെളിച്ചം ചാനൽ പറഞ്ഞു അത് ഇടിവെട്ട് സൗഭാഗ്യമാണ് എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങി വന്നത് നിങ്ങൾക്ക് ഇടിവെട്ട്.
ചിലപ്പോൾ വേറെ എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് ആയിരിക്കും വരിക. മറിച്ച് നിങ്ങൾ ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥിക്കണം. ബ്രഹ്മമുഹൂർത്തം എപ്പോഴൊക്കെയാണെന്നൊക്കെ ഉള്ളത് നമ്മൾ ഇത് പറയുന്നുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് ജ്യോതിഷപരമായിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ദയവായിട്ട് എൻ്റെ വാട്സാപ്പിൽ ബന്ധപ്പെട്ടാൽ ഞാൻ മറുപടി പറയാം. അപ്പോൾ അങ്ങനെയൊക്കെ പരിശോധിച്ച് സമയം എല്ലാ തരത്തിലും അനുകൂലമാണെന്നൊക്കെ നോക്കണം. അപ്പോൾ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ പറയാം, 9847291363. ഫോൺ വിളിക്കരുത്, മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാൻ മറുപടി തരാം. ഓക്കെ, അത് തന്നെ പെട്ടെന്ന് പ്രതീക്ഷിക്കരുത്. ചിലപ്പോൾ 2-3 ദിവസമൊക്കെ താമസിച്ചെന്ന് വരും. അതുപോലെ ഇതൊക്കെ പറഞ്ഞു തന്നതിന് ദക്ഷിണ തരണം. പണമായിട്ട് ഞാൻ ചോദിക്കുന്നില്ല, മറിച്ച് ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഹൈപ്പ് ചെയ്യുക എന്ന് പറയുന്ന പുതിയൊരു പരിപാടിയുണ്ട്. അത് നിങ്ങൾ ഫോണിൽ അവൈലബിൾ ആണെങ്കിൽ ദയവായി ഹൈപ്പ് ചെയ്യുക. അപ്പോൾ എല്ലാ ഇടവൻ രാശിക്കാർക്കും എല്ലാ തരത്തിലുള്ള സൗഭാഗ്യങ്ങളും വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടാതെ വെളിച്ചം ചാനലിലെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെ ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.